എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് ഡൊനറ്റ് ക്രോയിസൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഇതൊരെണ്ണം മതിയാവും. നല്ല ടേസ്റ്റാണ്. അതുപോലെ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മക്കൾ രുചിയോടെ കഴിച്ചോളും. നമ്മളിതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊഴിച്ച് കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനെടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ സെയിം രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരും. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 3 കപ്പ് മൈദയാണ് എടുത്തിന്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് കൂട്ടിക്കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് പാത്രത്തിലിട്ടിട്ട് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൗണ്ടർ ടോപ്പുമ്മലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ മതി. അങ്ങനെ മാവിത നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വരും. ആ ഒരു സമയം വരെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ മാവ് കുഴച്ചിട്ട് പൊങ്ങാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പുമ്മിലേക്ക് അല്പം മൈദ തൂക്കിയിട്ട് ഈ ഒരു മാവ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നേരെ പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പീസ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ മാവ് കുഴച്ച ആ ഒരു ബൗളിലേക്ക് വെക്കുക. വെക്കുന്ന സമയത്ത് കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ബൗളിലേക്ക് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ചെറിയൊരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് നേരിയതായിട്ട് പരത്തിയെടുക്കണ്ട, ചെറിയ തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഒരു 3 ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ട, ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിന്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പിസ്സ കട്ടർ വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. വലിപ്പം കൂടിയ ഭാഗത്ത് 2 പീസെല്ലായിട്ട് കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ പീസും ഇങ്ങനെ ഒന്ന് റോളാക്കിയിട്ട് ക്രോയിസൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഒരു ക്രോയിസൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ക്രോയിസൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് ഞാനിതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെക്കാം.
എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം കവർ ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ആ ഒരു മാവും കൂടി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പരത്തിയിട്ട് സെയിം രീതിയിൽ തന്നെ ആക്കി വെക്കുക. അങ്ങനെ ഇതാ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ളതും ഞാൻ സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് നല്ലോണം ചൂടാവണ്ട, ഒരു മീഡിയം ചൂടിലാവുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ചൂട് മതി കേട്ടോ. അന്നേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റെഡിയാവും, പക്ഷേങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ വീണ്ടും ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതാ നമ്മുടെ ക്രോയിസൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതി കേട്ടോ, ഒരുപാട് ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ഇതാ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രോയിസനാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ആക്കി കൊടുക്കണം. അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഹോൾസ് ആക്കി കൊടുക്കുക. ഞാനിതാ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ന്യൂട്ടല്ലയാണ് കേട്ടോ എടുത്തിന്. അതിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സാധാരണ തനിയെ ഒരു ക്രോയിസൻ കഴിക്കുന്ന മാതിരി കഴിക്കാം. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടോളും. ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം എല്ലാത്തിലേക്കും ഇതുപോലെ ഓട്ടയാക്കി കൊടുക്കുക. അതിനുശേഷം ന്യൂട്ടല്ല ആക്കി കൊടുത്താൽ മതി. ന്യൂട്ടല്ല തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതാക്കി കൊടുക്കാം. മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ കസ്റ്റാർഡ് ക്രീം റെഡിയാക്കിയിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അതെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാരയൊന്ന് പൊടിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാത്തിലേക്കും ന്യൂട്ടലെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്കൊരു 3-4 ദിവസമൊക്കെ കേടുകൂടാണ്ട് ആവശ്യാനുസരണം ചൂട് ചായക്കൊപ്പം കഴിക്കാം. ചായക്കൊപ്പം ഒരെണ്ണം മതി, അത്രയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.